നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതായത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോമൺ ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ് എന്നത്. ഇക്കണോമിക്സിൽ നമുക്ക് 2 ബുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ് ആണ്, രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്, അതായത് സെക്കൻഡ് ടേം എക്സാമിന് എക്കണോമിക്സിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ടേമിൽ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിന്റെ ചെറിയൊരു ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 4-മത്തെയും 5-മത്തെയും ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 4-മത്തെ ചാപ്റ്ററിന്റെ പേര് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ്. 5-മത്തെ ചാപ്റ്ററിന്റെ പേര് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നാണ്. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് പഠിക്കേണ്ടത്. മാക്രോ ഇക്കണോമിക്സിൽ നിന്നാണെങ്കിൽ 1-മത്തെ ചാപ്റ്റർ മുതൽ 4-മത്തെ ചാപ്റ്റർ വരെ പഠിക്കാനുണ്ട്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് എന്ന 1-മത്തെ ചാപ്റ്റർ, 2-മത്തേത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നതാണ്, 3-മത്തേത് മണി ആൻഡ് ബാങ്കിങ് എന്നതാണ്, 4-മത്തേത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ മാക്രോ സൈഡിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഈ വരുന്ന പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ 4-മത്തെയും 5-മത്തെയും ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രീവിയസിൽ ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഈ എക്സാമിന് മാത്രമല്ല, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ഭാവിയിലെ പബ്ലിക് എക്സാമിന് വരെ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയും കേൾക്കുകയും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 4-മത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിന്റെ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന്റെ സിദ്ധാന്തം എന്നാണ് നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്നത്. ഇതില് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് പഠിച്ചു വെക്കുക. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്നൊക്കെയാണ് നമ്മളത് പഠിക്കുക. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നും പഠിക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും പഠിക്കുക. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 2-മത്തെ ഒരു ടോപ്പിക്കാണ് നമുക്കൊരു ചെറിയ കാൽക്കുലേഷൻ, അതായത് റവന്യൂവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ടത്. ഒരു സ്ഥാപനത്തിന്റെ വരുമാനം 3 തരത്തിലുള്ളതാണ് ആണല്ലോ. ഒന്ന് TR ആണ്, 2-മത്തേത് AR ആണ്, 3-മത്തേത് MR ആണ് അല്ലെ. TR എന്ന് പറയുന്നത് എന്താണ്, AR എന്ന് പറയുന്നത് എന്താണ്, MR എന്ന് പറയുന്നത് എന്താണ്, ഓരോന്നിന്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, TR എന്ന് പറയുന്നത് P/Q ആണ്. ഉൽപ്പന്നത്തിന്റെ അളവാണ് Q എന്ന് പറയുന്നത്, ഉൽപ്പന്നത്തിന്റെ വിലയാണ് P എന്നത്. അപ്പോ അളവിനെ P കൊണ്ട് വില കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ വിലയെ ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊത്തം വരുമാനം കിട്ടും. ഓക്കെ, 2-മത്തേത് AR ആണ്. എന്താണ് AR? ആവറേജ് റവന്യൂ ആണ്, ശരാശരി വരുമാനം. മൊത്തം വരുമാനത്തെ ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് AR എന്നത്. അതായത് AR = TR / Q എന്നാണ് സമവാക്യം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ PQ / Q എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. 3-മത്തതാണ് മാർജിനൽ റവന്യൂ, സീമാന്ത വരുമാനം എന്ന് പറയും. MR എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ചെയ്യുന്നത്. MR = നമ്മൾ അതിന് ഇക്വേഷൻ കൊടുക്കുന്നത് എന്താണ്, TR - TR എന്നാണ്. വളരെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. അതല്ലെങ്കിൽ അതിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്,
MR ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q എന്നാണ്. അതല്ലെങ്കിൽ TRN മൈനസ് TRN മൈനസ് 1 എന്നാണ്. TRN മൈനസ് TRN മൈനസ് 1 എന്നും നമ്മൾ ഇതിനെ പറയും. പക്ഷെ കാൽക്കുലേഷന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? MR ഈക്വൽ ടു TR മൈനസ് TR ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാനാ പറയുക? നമുക്ക് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഔട്ട്പുട്ടും അതുപോലെ TRഉം നൽകും. അതില് നമ്മൾ ARഉം MRഉം ആണ് കാണേണ്ടി വരിക. അതൊന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 4 മാർക്കിന് ചോദിക്കുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് ചോദ്യം ഉണ്ടാവുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് ലാഭം പരമാവധിയാക്കുന്നത്? അപ്പൊ ഇതിൽ തന്നെ ഒരു 3 മാർക്കിന്റെ ചോദ്യം നമുക്ക് വരാവുന്നതാണ്. ആ 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഈ ലാഭ പരമാവധി ആക്കലുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം ചോദിച്ചാൽ 3 മാർക്കാണ് നമുക്ക് കിട്ടുക. നേരെ മറിച്ച് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷനും അതിന്റെ ചിത്രവും വരയ്ക്കാൻ പറഞ്ഞ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമാണ്. കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിച്ചോ, ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്നത്, അടച്ചുപൂട്ടൽ ബിന്ദു. ഈ അടച്ചുപൂട്ടൽ ബിന്ദു എവിടെയാണ്, എന്താണ് കാണിക്കുന്നത് എന്നായിരിക്കും. മിനിമം ഓഫ് ABC എന്നാണ് അടച്ചുപൂട്ടൽ ബിന്ദുവിനെ കൊണ്ട് നമ്മൾ പറയുന്നത്. അതായത് അടച്ചുപൂട്ടൽ ബിന്ദു എവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മിനിമം ഓഫ് ABC ആണ് നമ്മൾ എന്ത് പറയാ, അടച്ചുപൂട്ടൽ ബിന്ദു അല്ലെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അതും ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ബ്രേക്ക് ഈവൺ പോയിന്റ്, ലാഭനഷ്ടരഹിത ബിന്ദു. ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ എന്നാണ്. അതായത് TR ഈക്വൽ ടു TC എന്നതായിരിക്കും എന്താ, ലാഭനഷ്ടരഹിത ബിന്ദു. TRഉം TCയും തുല്യമായിരിക്കും എന്നുള്ളതാണ്. സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനം സ്ഥാപനത്തിന്റെ മൊത്തം ചെലവിന് തുല്യമാണെങ്കിൽ അതാണ് ലാഭനഷ്ടരഹിത ബിന്ദു. അവിടെ എന്താണ്, ലാഭവുമില്ല നഷ്ടവുമില്ല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ബ്രേക്ക് ഈവൺ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ കർവ്. ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 4 മാർക്കോ 3 മാർക്കോ ചോദിക്കുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്, സാങ്കേതിക പുരോഗതി. രണ്ടാമത്തേത് ഇൻപുട്ട് പ്രൈസസ് ആണ്, അസംസ്കൃത വസ്തുവിന്റെ വില. മൂന്നാമത്തേത് യൂണിറ്റ് ടാക്സ് ആണ്. അതങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഭാഗം സപ്ലൈ ഫംഗ്ഷൻ ആണ്. അതായത് ലോ ഓഫ് സപ്ലൈയും അതുപോലെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമ്മുടെ മൈക്രോയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഭാഗം. അത് നിങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോവാനുള്ളത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. മൈക്രോയുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നിടത്ത് എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണെന്ന് പഠിക്കണം. അധിക ചോദനം അധിക പ്രദാനം എന്താണെന്ന് പഠിക്കണം. അതുപോലെ എങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്, ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസും അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഭാഗവും. ആ 2 ഭാഗം ഒന്ന് നിങ്ങൾ നോക്കി പോവേണ്ടതുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. സെക്കൻഡ് ടേം എക്സാമിനൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സർവ്വസാധാരണയാണ്. അതുകൊണ്ട് അതൊന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്ന ഒന്നാണ് ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിന്റെ ഭാഗം. അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് അതുപോലെ അതിന്റെ സപ്ലൈ കർവ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്.
അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ആ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് ഒരു സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിനൊരു 4 പോയിന്റ് ഉണ്ട്. ആ പോയിന്റും അതുപോലെ തന്നെ അതിന് ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് പബ്ലിക്കിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്, അതായത് സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പ്രൈസ് സീലിംഗും അതുപോലെ ഫ്ലോർ പ്രൈസും. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടും ഒരുമിച്ച് ചോദിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും. പ്രൈസ് സീലിംഗോ പ്രൈസ് ഫ്ലോറോ ഏത് ചോദിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ. പക്ഷെ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഒരേ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. തറവില, അതുപോലെ തന്നെ അതിന് മറ്റൊരു പേര് താങ്ങുവില എന്നാണ്. അതിനാണ് നമ്മൾ ഇംഗ്ലീഷില് ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ എന്ന് വിളിച്ചത്. മറ്റൊന്നാണ് പ്രൈസ് സീലിംഗ്, വിലപരിധി എന്ന് വിളിക്കും. വിലപരിധി അപ്പർ ലിമിറ്റ് പ്രൈസ് ആണ്. വിലപരിധി അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് അപ്പർ ലിമിറ്റ് പ്രൈസ് ആണ്. മാത്രമല്ല അത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മേലെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നതാണ് ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്യപ്പെടുന്ന ഒരു വിലയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതൊരു അപ്പർ ലിമിറ്റ് പ്രൈസ് ആണ്. നേരെ മറിച്ച് ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ തറവില അല്ലെങ്കിൽ താങ്ങുവില എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് മിനിമം പ്രൈസ് ആണ്. താങ്ങുവില എന്ന് പറഞ്ഞാൽ വില താഴേക്ക് പോകുന്നതിനെ താങ്ങുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് മിനിമം പ്രൈസ് ആണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത്? പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർഷകരുടെ അല്ലെങ്കിൽ ഉൽപാദകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് മിനിമം വിലയെങ്കിലും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കണം എന്ന ഉറപ്പിന്മേലാണ് താങ്ങുവില അല്ലെങ്കിൽ തറവില അല്ലെങ്കിൽ നമ്മൾ അതിന് ഇംഗ്ലീഷ് പറഞ്ഞത് എന്താണ്, ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെട്ടത്. രണ്ടിന്റെയും ചിത്രവും എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കളെ, ഈ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടേം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ പറഞ്ഞ ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി പഠിക്കുക. എല്ലാത്തിന്റെയും വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അതൊന്ന് തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ചാനലില് ഹോം പേജിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് ചാപ്റ്റർ 4, മൈക്രോ ഇക്കണോമിക്സ് ചാപ്റ്റർ 5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന്റെയും കൃത്യമായുള്ള വീഡിയോ അതാത് പ്ലേലിസ്റ്റുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിന്റെ 2ാം പാർട്ടായിട്ടുള്ള മാക്രോ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.